രജനീകാന്ത്. അത് വളരെ കുറച്ച് ഒരുപക്ഷെ ജോസ് അദ്ദേഹത്തിന്റെ റാവു എന്നുള്ള പേര് പറയുമ്പോൾ ആർക്കും അങ്ങനെ മനസ്സിലാവാൻ ചാൻസ് കുറവാ. ഒരു ചെറിയ സംഭവം കൂടി വേണേൽ പറയാം. ARS ഗാർഡൻസിൽ ഷൂട്ട് നടക്കുന്നു. അംബികാരാധ. പടത്തിന്റെ പേര് ചക്കി കൊത്ത ചങ്കരൻ. മിസ്റ്റർ ജയറാം ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് ആ പടത്തിൽ റോൾ ചെയ്യുന്നു. അപ്പോൾ ഒത്തിരി വലിയ സ്ഥലമാണല്ലോ ഈ ഗാർഡൻസ്, ARS ഗാർഡൻ. അവിടെ എല്ലാം ഉണ്ടല്ലേ, അമ്പലം, പള്ളി, ഹോസ്പിറ്റല്, പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അതേ കോമ്പൗണ്ടിൽ തന്നെ അപ്പുറത്തൊരു സ്ഥലത്ത് ഭയങ്കര തിരക്കും വണ്ടിയും ആളും കൂട്ടവും ഒക്കെ. നമ്മളതിനേക്കാളും വലിയൊരു ടീമിന്റെ ഷൂട്ട് അപ്പുറത്ത് നടക്കുന്നുണ്ട്. തമിഴായിരിക്കും. അതെ, കറക്റ്റ്. ജയറാം എന്നോട് പറഞ്ഞു, അപ്പുറത്ത് രജനീകാന്ത് ഉണ്ട്, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ എന്തോ ഫ്രണ്ട്സാണല്ലോ. ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്കൊന്ന് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ്. ഞാൻ പറഞ്ഞു, വൈ നോട്ട്, പോയി നോക്കാം പുള്ളിയുടെ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ. നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ബ്രേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാനങ്ങോട്ട് പോയി. അങ്ങനെ കണ്ടപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് എന്നും പറഞ്ഞ് ഓടി. കസാര വരുന്നു, മോര് കുടിക്കാൻ കൊണ്ടുവരുന്നു. നമ്മുടെ പത്മശ്രീ ജയറാമിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അതിനിടയിൽ ഈ ഷൂട്ടിങ്ങിന്റെ എല്ലാത്തിന്റെ ഇടയിൽ അതാ ഞാൻ പറഞ്ഞ ഈ രജനീകാന്തിന്റെ ആ ഒരു ഹംബിൾനെസ്, ആ ജെന്യുവിൻ, എന്ത് തിരക്കാണെങ്കിൽ എന്ത് സെറ്റാണെങ്കിലും അങ്ങേര് പാതിരാത്രിയാണെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ആ കോഡിയൽ പണ്ടത്തെ നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്മേറ്റ് ആണ്. യോഗാസനമാണ് എന്താണ് ഒപ്പമല്ലേ നമ്മളെല്ലാവരും. അതിനകത്ത് സീനിയർ ഒന്നുമില്ല. വൈകുന്നേരം ഓപ്പൺ എയറിൽ നിന്ന് യോഗാസനം എല്ലാവരും ചെയ്യുന്ന ആ ബന്ധം അങ്ങേര് ഇപ്പോഴും ചെയ്യും. ഗ്രേറ്റ്നെസ്, വെരി ഗുഡ്. അപ്പോൾ ഈ നായക വേഷം ഉണ്ടെങ്കിലും അതിൽ ഫൈറ്റ് സീൻസ് ഒക്കെ വരത്തില്ലേ? അപ്പോൾ എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്? അയ്യോ, പണ്ടൊന്നും ശ്രീകുമാറെ ഇങ്ങനെ ഒരുപാട് നമുക്ക് ഫെസിലിറ്റീസും ഡ്യൂപ്പും മരുന്നും ഒന്നും ഇല്ലല്ലോ. ഇല്ല. അന്ന് ഈ വൈകുന്നേരം മരീന ബീച്ചിലൊക്കെ പോയി കുറച്ച് മാർഷ്യൽ ആർട്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് വരുന്ന ഗോപാലൻ കുരുക്കളോ സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ഈ മറ്റേ പരിപാടിക്കൊക്കെ ഇടയ്ക്ക് ബീച്ചിൽ പോകുന്നുണ്ടെന്നും ക്ലാസ്സിൽ മാർഷ്യൽ ആർട്സിന് പോകുന്നുണ്ടെന്നും അറിയാവുന്നതുകൊണ്ട് അവർ നമ്മളെ കൊണ്ട് കുറച്ച് വലിയ ചാട്ടം ചാടിപ്പിക്കും. ഇതൊക്കെ ഫെസിലിറ്റീസ് ബെഡും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ അവസാനം കാർ ഓടിക്കാൻ പാടില്ലാണ്ടാണ് കാറിൽ കയറുന്നത്. ഒരു ദിവസം ഫൈറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കാർ ഓടിക്കാൻ വയ്യ, എൻ്റെ പുതിയ കാറ്. സത്താറിനെ വിളിച്ച് സത്താർ എൻ്റെ കാർ ഓടിച്ച് എന്നെ വീട്ടിലാക്കി. സത്താറിന് വേറെ കാറ് വരാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ പോയി. അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലൊക്കെ പോയിട്ടുണ്ട് ലൊക്കേഷനിൽ. പിന്നെ കുതിരപ്പുറത്തെ വീണിലൊക്കെ ഒരുപാട് കൈയും കാലും ഒടിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു ഒരു എന്തെങ്കിലും ഒരു ചെറിയ ഡെറ്റോള് പോലും ഇല്ലാതെ ഇത്ര ആളുകളെ വിളിച്ച് ഷൂട്ടിങ് ഒരു യൂണിറ്റ് പോവുക, മലയുടെ മണ്ടയ്ക്ക് ഒരു ഡെറ്റോള് മിനിമം അതല്ലേ ഉള്ളൂ. അതുപോലും ഇല്ലാതെയൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിൽ പോകുമ്പോഴോ ആരെങ്കിലും ചാടി അതിന്റെ അടിയിൽ ഷാർക്കുണ്ടോന്നോ കോപ്പുണ്ടോന്നോ ഒന്നും നോക്കുന്നൊന്നുമില്ല. അങ്ങ് ഡീപ് സീലാ പോകുന്നത്. ഡീപ് സീൽ പോയി അവിടെ ഫൈറ്റ്. അവിടെ ഞാൻ കടലിൽ നിന്ന് അപ്പൊ നമുക്ക് സ്വിമ്മിങ് എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഡ്യൂപ്പില്ല. ചാടാമോ? റെഡി, ചാടി. എന്നിട്ട് തടിയുടെ പുറത്ത് കിടക്കുന്ന രവികുമാറിനെ തൂക്കി നമ്മൾ എടുത്ത് ബോട്ടിൽ കൊണ്ടുവന്ന് പിന്നെ വേറൊരു പടം ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലും കണ്ടാണ് വേറെ പടത്തിന് ഷൂട്ടിങ്. അപ്പൊ പാലത്തിന്റെ മുകളിൽ കൂടി ഓടി വന്നിട്ട് ചാടണം. ഈ ചാടുന്നിടത്ത് ഇങ്ങനെ ബോട്ടടിപ്പിക്കുന്ന പോസ്റ്റുകളില്ലേ, വഞ്ചിയും ബോട്ടുകളൊക്കെ കുറ്റികള്, അത് ഇഷ്ടംപോലെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. വലുത് ചെറുത്, ഒടിഞ്ഞത്, ഒടിയാറായത്, ഒടിഞ്ഞു കഴിഞ്ഞത്, അതിന്റെ കഷ്ണങ്ങളാണ് നിൽക്കുന്നത്. ഈ വന്ന വരൻ അതിന്റെ മണ്ടയ്ക്കോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ. കേറിപ്പോവും. അതാ ഒന്നും അതിനുള്ള പ്രോപ്പർ, അല്ലെങ്കിൽ ആദ്യം ഒരാൾ ചാടി കാണിച്ചിട്ട് ഇവിടെ ചാടിയാ മതി, അവിടെ ചാടരുത്, അവിടെ കുറ്റി നിപ്പുണ്ട്, ഒന്നുമില്ല, എല്ലാം ദൈവാധീനമല്ലേ. അതാ ഇവന് സ്വിമ്മിങ് അറിയാമെന്നും പറഞ്ഞു ചാടിക്കോളും. ചാടി അക്കരെ, യെസ് റെഡി.